കുഞ്ഞുണ്ണി, അപ്പോൾ നാളെ രാവിലെ അതങ്ങ് ഉറപ്പിച്ചു. ഇന്ന് വെള്ളി, നാളെ ശനി. രാവിലെ 4 മണിക്കാണ്. ഒരു 3-3:30 ആകുമ്പോൾ നിന്നെ വിളിക്കാൻ വരും. ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെയാ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി നേരം നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോ. എന്തെങ്കിലും ഒന്ന് പറയടാ മോനെ. ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അവസാനത്തെ ആഗ്രഹം ചോദിക്കുക എന്നൊക്കെ. നിനക്കങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ? നല്ലത് എന്തെങ്കിലും കഴിക്കണമെന്നോ മറ്റോ? ഒന്നും ഉണ്ടാവില്ല അല്ലേ? അല്ലെങ്കിൽ തൂക്കുകാരന് മുമ്പിൽ എന്താഗ്രഹിച്ചു? എനിക്കെന്തോ നല്ല ദാഹം. ഈ പെരുമഴയത്തും വല്ലാത്ത ദാഹം. വെള്ളമുണ്ടോ? ഉണ്ട്. എനിക്ക് ഒരാഗ്രഹമുണ്ട്. കളിയരങ്ങിലെ പോലെ ഒന്നാടണം. വേഷം കീചകവധത്തിലെ കീചകൻ, ശൃംഗാരം വഴിഞ്ഞൊഴുകുന്ന കീചകൻ. ഈ ജയില് മുഴുവൻ ഒരു കളിപ്പന്തൽ. ചെണ്ടയും മദ്ദളവും പാട്ടുകാരും ഒക്കെ വേണം. അവിടെ വേണം തിരശ്ശീല പിടിക്കാൻ. കാണികളായി ജയിലിലുള്ളവരൊക്കെ വേണം. ഒന്ന് നിറഞ്ഞാടണം. എന്റെ അവസാന ആഗ്രഹം അതാ. നീ എന്തൊക്കെ പറയുന്നത്? അതൊന്നും ഇവിടെ പറ്റില്ല. വല്ല മത്സ്യവും മാംസവും കൂട്ടി ഊണ് കഴിക്കുക, പിന്നെ വിശദമായിട്ട് 4 കൂട്ടി ഒന്ന് മുറുക്കുക, ഇതൊക്കെ ഇവിടെ പതിവ്. അല്ലാതെ ഇതിപ്പോ മരിക്കണേന് മുമ്പ് എനിക്ക് ഒന്നുകൂടി കലാശം ചവിട്ടണം. അതിന് പറ്റിയില്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട. വെള്ളം പറ്റുമോന്നും. കുഞ്ഞിനെ, നീ എന്നെ കഷ്ടത്തിലാക്കല്ലേ. എന്റെ അവസാന ആഗ്രഹം നിശ്ചയിക്കേണ്ടത് ഞാനല്ലേ? അവസാന ആഗ്രഹമെങ്കിലും ഞാനൊന്നും നോക്കട്ടെ കുഞ്ഞുണ്ണേ. ഇനിയിപ്പോ നിന്നെന്തൊക്കെ പറയാനാവോ? പറശ്ശിനിക്കടവ് മുത്തപ്പ, ജയില് നീ ഏറ്റെടുത്തേ പറ്റൂ. വാദ്യക്കാരൻ ഞാൻ നിശ്ചയിക്കും. ചുട്ടിക്കാരൻ ഞാനിത് എന്തെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ എന്നെ കൂടുതൽ കുഴപ്പത്തിലാക്കരുത്. കേശഭാരത്ന്ന് വണ്ടോട് അടർന്നിട്ടുണ്ടോന്ന് നല്ലോണം നോക്കണം. നല്ല കിരീടായിരിക്കണം. ജീവനെ അടരുമ്പോ എന്ത് വണ്ടോട്, എന്തടർന്നാലെന്താ? എത്ര നേരമായി ഞാൻ ഈ കാല് പിടിച്ച് പറയുന്നു. ഒന്ന് കണ്ടാ മതി. ഒരു കാര്യം പറഞ്ഞ ഉടനെ ഞാൻ പോയിക്കോളാം. കടന്നു പൊക്കോളോടുന്നു. ഇത് ജയില, നിങ്ങളുടെ വീടല്ല. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ അടിയൻ എങ്ങനെ തിരിച്ചു? കടന്നോ കടന്നോ. ഏയ്, കടന്നു പോകുന്നു. പറഞ്ഞ മനസ്സിലാവില്ലേ? ഇത് വലിയ ശല്യമല്ലോ. വെറുതെ മഴയത്തും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്. കടന്നോ. എൻ്റെ ഒരു ദുര്യോഗേ, ഇല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് വേണമായിരുന്ന ഇത്. തേവരെ കൈവറച്ചിട്ടാണെങ്കിൽ വയ്യല്ലോ. എന്താ കുഞ്ഞുണ്ണിയെ ഇത്? നിനക്കെന്താ വിവരമില്ലേ? ഈ സമയത്ത് കരഞ്ഞ മനയോല അടരുമെന്ന് അറിയില്ലേ നിനക്ക്? എത്ര കളി കളിച്ചതാ. ശിവരാമ, നിനക്കറിയില്ലേ?
ഇന്നെന്റെ മുമ്പിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്നത് ഒരു വേഷക്കാരൻ മാത്രമല്ല. എനിക്കറിയാടോ, എൻ്റെ കൈ നിന്റെ മുഖത്തുനിന്ന് പാളിപ്പോണെന്ന് നീ അറിയുന്നില്ലേ കുഞ്ഞുണ്ണിയെ? എന്റെ ശിവരാമ, എനിക്കിന്ന് ചുട്ടി ശരിയാവൊന്നും തോന്നണില്ല. ഒട്ടും ഉറക്കില്ല. പ്രാണൻ ദേഹത്തോട് പതുക്കെ പതുക്കെ യാത്ര പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഓരോരോ ഞരമ്പുകളോട് പതുക്കെ പതുക്കെ ഇങ്ങനെ അയ്യാൻ പറഞ്ഞ് നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കുഞ്ഞുണ്ണിയെ. നീ എന്നെ കരയിക്കുമല്ലോ. എൻ്റെ മുഖം നല്ല മിനുസുണ്ടോ ശിവരാമ? രാവിലെ വാർഡൻ സാറ് ഒരു അമ്പട്ടിനെ കൊണ്ടുവന്ന് എൻ്റെ താടിയൊക്കെ വടിച്ചിറക്കി. അപ്പം അയാൾ പറയാ എൻ്റെ മുഖം നല്ല മിനുസാന്ന്. നിനക്കറിയാലോ ശിവരാമ, ശരിയാ അയാൾ പറഞ്ഞത്. ആ, താടി വടിച്ച് നീക്കിയത് നന്നായി. മനയോല പിടിക്കണ്ടേ അല്ലേ? അല്ലെങ്കിലും കുഞ്ഞുണ്ണിയെ, അത് പതിവുള്ളതല്ലേ. എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ക്ഷൗരം പതിവുള്ളതല്ലേ. ഒന്നും പറയണ്ട ശിവരാമ, നിങ്ങളതെങ്ങനെയെങ്കിലും ഒന്ന് വേഗം ചെയ്ത് തീർക്കാൻ നോക്ക്. നാളത്തെ പ്രഭാതം എനിക്കില്ലല്ലോ കുമാര. അടരും മുമ്പേ പഴുത്തിലെ മരത്തോട് എന്തൊക്കെയോ പറയൂ അത്രേ. അതുപോലെ ഞാൻ ഇത്തിരി നേരം ഈ ശിവരാമനോട് എന്തെങ്കിലും പിറുപിറുക്കട്ടെ. നിനക്ക് മുഷിയോ ശിവരാമ? നീ എന്നെ കഷ്ടത്തിലാക്കരുത്. ജീവിച്ച് കൊതി തീർന്നല്ലോ. ജീവിതത്തെ കെട്ടിപ്പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ചുംബിച്ച് മതിയായില്ല. നീ ഒന്ന് കിടക്ക്, ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കട്ടെ. എനിക്കിത് കാണാൻ വയ്യല്ലോ തേവരെ. നീ എന്നെ ഒരുക്കണത് ആരായിട്ടാന്ന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? ശൃംഗാര കീചകൻ. കുഞ്ഞുണ്ണിയെ, കുഞ്ഞുണ്ണിയെ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താ ഇത്? അടുത്ത ഉത്രാളിക്കാവ് പൂരത്തിന് ഞാൻ ഉണ്ടാവില്ല അല്ലേ? പക്ഷേ മനസ്സിലുണ്ടെല്ലാം. എന്റെ മനസ്സും കൊണ്ടല്ലേ ഞാൻ പോവാ അല്ലേ വാടൻ സാറേ? കുഞ്ഞുണ്ണി, നീ ഇതൊന്ന് ആടി തീർക്കുന്നുണ്ടോ? എനിക്കിതൊന്നും കാണാൻ വയ്യ. എനിക്കിതൊന്നും കാണാനുള്ള എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കണേ മുത്തപ്പ. യഥാർത്ഥത്തിൽ ഞാൻ ആരാ? ഒരു ബാഹുക ജന്മം. ശിവരാമ വിട. കുമാര, നാം അങ്ങയുടെ കൈകൊണ്ട് അവസാന കേശന്മാർ ഞാൻ അണിയ. അയ്യ, അയ്യ, എനിക്കതിനാവില്ല. ഈ ജയിലിലെ ഏതെങ്കിലും ഒരു മുറി നിനക്ക് ആടാനാ ഞാൻ തുറന്നു വയ്ക്കാം. അല്ലാതെ മറ്റൊന്നും എനിക്ക് വയ്യ.
അതും എത്ര പേരുടെ കണ്ണുവെട്ടിച്ച. ഒരു ചുട്ടിക്കാരനായതിൽ ആദ്യമായിട്ട് ഞാൻ എന്നെ ശപിക്കുക. ഒന്നും വേണ്ടിയിരുന്നില്ല. എന്തിനായിരുന്നു ഈ ശാപം എൻ്റെ തലയെ വെച്ച് തന്നത്? എൻ്റെ ചങ്ങാതിയുടെ മുഖത്തെ അവസാനത്തെ ചുട്ടിയും തേപ്പും എൻ്റെ കൈ കൊണ്ട്